ഇവിടെ ഒരു രാജ്യത്തിലെ രാജ്ഞി അസുഖം ബാധിച്ച് മരിക്കുന്നു. അവർക്കൊരു മകളുണ്ട്. അവളുടെ പേരാണ് സ്നോ വൈറ്റ്. രാജാവ് എന്ത് ചെയ്യണമെന്നറിയാതെ മകളെ ചേർത്ത് പിടിക്കുന്നു. അപ്പോഴാണ് രാജ്യാതിർത്തിയിൽ ഡാർക്ക് ആർമി വന്നിട്ടുണ്ടെന്ന് അറിയുന്നത്. അദ്ദേഹം തന്റെ സൈന്യത്തെയും കൊണ്ട് അവിടേക്ക് വന്ന് ഫൈറ്റ് ചെയ്ത് ഡാർക്ക് ആർമിയെ തോൽപ്പിക്കുന്നു. ഡാർക്ക് ആർമി അടിമയാക്കി വെച്ചിരുന്ന ഒരു പെണ്ണിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഭാര്യ മരിച്ച വിഷമത്തിലായിരുന്ന രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി തന്റെ വിഷമം മറക്കുന്നു. സ്നോ വൈറ്റിനും അവളെ ഇഷ്ടമാവുന്നു. അവളും സ്നോ വൈറ്റിനോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. പിറ്റേന്ന് തന്നെ രാജാവ് അവളെ വിവാഹം ചെയ്ത് തന്റെ ഭാര്യയാക്കുന്നു. വിവാഹ ദിവസം ചർച്ചിനകത്ത് വരുമ്പോൾ അവളുടെ ഫേസിൽ ആദ്യമുണ്ടായിരുന്ന സന്തോഷമുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ബെഡ്റൂമിൽ വെച്ച് അവൾ കിങ്ങിനെ കൊല്ലുന്നു. അതിനുശേഷം കൊട്ടാരത്തിന്റെ കവാടം തുറക്കുന്നു. അപ്പോൾ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന ഡാർക്ക് ആർമി അകത്തേക്ക് കയറുന്നു. അവർ ആ രാജ്യം മുഴുവൻ നശിപ്പിക്കുന്നു. ആക്ച്വലി ഇവളാണ് ആ ഡാർക്ക് ആർമിയുടെ നേതാവ്. ഈ രാജ്യം കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് അവൾ ഡാർക്ക് ആർമി തന്നെ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന രീതിയിൽ ആക്ട് ചെയ്തത്. ഇപ്പോൾ രാജാവ് മരിച്ചതോടെ ആ രാജ്യം അവൾ തന്റെ കൺട്രോളിലാക്കുന്നു. കുറെ പേർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ബാക്കിയുള്ളവരെ കൊന്നുകളയാൻ അവൾ ആജ്ഞാപിക്കുന്നു. അപ്പോഴാണ് അക്കൂട്ടത്തിൽ അവൾ സ്നോ വൈറ്റിനെ കാണുന്നത്. അവളെ തടവിലാക്കാൻ പറയുന്നു.